നമ്മുടെ സഹോദരൻ്റെ വീട് കുടിയിരിക്കലാണ് തൊട്ടടുത്ത ദിവസം. ഇവിടെ വീട്ടിലാണെങ്കിൽ പണികൾക്ക് ഓരോന്നും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. ഫ്ലോറിൻ്റെ പണിയൊക്കെ ഏകദേശമൊക്കെ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെ കുത്തിച്ചാരി വെച്ച് കാണില്ലേ, ഗ്ലാസ് ആണ്. 12 mm ഗ്ലാസ്സാണ് ഈ കാണുന്നത്. ഇത് എന്തിനാണെന്നറിയാം, നമുക്കിവിടെ ഒരു 8-ന് പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ വീട് വെക്കുന്ന സമയത്ത് ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അത്തരത്തിൽ സഹോദരൻ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു വീട്ടിൻ്റെ ഡൈനിങ് ഹാളിൽ വാഷ് ബേസിൻ വരുന്നുണ്ടല്ലോ, ആ വാഷ് ബേസിൻ വരുന്ന ഏരിയയിൽ ഒരു കുഴിയാക്കിയിട്ട് ഒരു അക്വേറിയം സെറ്റ് ചെയ്യണം, അക്വേറിയത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഗ്ലാസ് വിരിക്കണം എന്നുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വിചാരിച്ച പോലെ ആ പ്ലാനിങ് പൂർത്തീകരിക്കാൻ സാഹചര്യങ്ങൾ ഒത്തിണങ്ങി വന്നില്ല. പക്ഷേ ആ സമയത്ത് ഇപ്പോൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ട സമയത്ത് ഇവിടെ ഒരു കുഴിയായിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ നാളെ കുടിയിരിക്കലാണെന്നുണ്ടെങ്കിൽ പിന്നെ വീട്ടിലേക്ക് താമസം മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഷ് ബേസിൻ്റെ ഏരിയ ഒക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അക്വേറിയത്തിന് വേണ്ടിയിട്ട് കുഴിച്ച കുഴിയിൽ സെപ്പറേറ്റ് ആയിട്ട് വേറെ കുറച്ച് കല്ലുകളൊക്കെ ഇട്ടൊന്ന് അലങ്കരിച്ചിട്ട് ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് ഒന്ന് ആ ഏരിയ ഒന്ന് ഫില്ല് ചെയ്യാൻ പോട്ടെ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതും അതിനെക്കുറിച്ചുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. LED സ്ട്രിപ്പ് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാണ്, ചുമരിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ആ കുഴിയാക്കിയിട്ടുണ്ടല്ലോ, ആ കുഴിയാക്കിൻ്റെ സൈഡിലായിട്ട് ഒരു 2 ഇഞ്ച് കന നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസ് ഇതിൻ്റെ മുകളിൽ ഫില്ലാക്കിയിട്ട് ഇങ്ങനെ വെക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് 2 ഇഞ്ച് തേപ്പ് കനം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് താഴ്വശത്തേക്കുള്ള ചെരുവിലാണ് LED സ്ട്രിപ്പും കൊടുക്കുന്നത്. ഇനി ഈ കുഴീനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഗ്ലാസ് കൊണ്ടൊരു പാർട്ടീഷൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊക്കെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ അക്വേറിയം സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫിൽട്രേഷൻ ചെയ്യണം, പിന്നെ ടൈലിടാനുള്ള പരിപാടികളുണ്ട്. അങ്ങനെയൊക്കെ നമുക്കവിടെ ഫിനിഷ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമുക്കിവിടെ ഫാസ്റ്റായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് അതൊന്ന് വൃത്തിയിൽ നല്ല നീറ്റാക്കിയിട്ട് എന്നാൽ കാണാൻ നല്ല വെറൈറ്റി ആക്കി ചെയ്യാമെന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലാസ് കൊണ്ടൊരു പാർട്ടീഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അക്വേറിയൊക്കെ ഒട്ടിക്കുന്ന പോലെ തന്നെ ഗ്ലാസ്സുകളൊക്കെ എന്തെങ്കിലും ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് അവിടെ സിലിക്കണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആ ഗ്യാപ്പിൽ. എന്നിട്ടാണ് സൈഡിലത് ഒരു പിടുത്തം കിട്ടാനും വേണ്ടിയിട്ട് ടാപ്പ് കൊണ്ട് എന്ത് ചെയ്യാണ്, ആ കോർണറൊക്കെ ഇങ്ങനെ ഒട്ടിക്കുകയാണ്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ കോർണറുകളും ഒട്ടിച്ചിട്ട് നമ്മളങ്ങനെ ഇതിൻ്റെ സെൻറ്റർ വശം നോക്കിയിട്ട് വെച്ച് കൊടുക്കണം. സെൻറ്റർ വശം വെച്ച് നോക്കി വെക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ 4 സൈഡിൽ ടാപ്പ് കൊണ്ടൊക്കെ നമ്മൾ അളവ് നോക്കിയിട്ട് ഇത് കറക്റ്റ് സെൻറ്ററായിട്ട് തന്നെ ഈ ഒരു അക്വേറിയം ഇരിക്കുന്നത് പോലെ തന്നെ ഒരു ഗ്ലാസിൻ്റെ ഒരു പാർട്ടീഷൻ സെൻട്രലായിട്ട് തന്നെയാണ് നമ്മൾ വെക്കുന്നത്. അതിൻ്റെ ഒരു ഭംഗി എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്ത് ഈ വർക്ക് ചെയ്ത് ഫിനിഷ് ആവുന്ന സമയത്ത് അറിയാൻ പറ്റും. ഈ സ്പേസിൽ കുറച്ച് താഴ്ച കൂടുതലായിട്ട് വന്നിട്ടുണ്ട്, കാരണം നമ്മൾ മീനുകളാക്കാൻ പ്ലാൻ ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ കല്ലുകളാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അടിയിൽ നമ്മൾ മാർബിളും ഗ്രാനൈറ്റിൻ്റെ ഒക്കെ പീസ് ഇട്ടിട്ട് ഒന്ന് കനം കൂട്ടാൻ പോവാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് തെർമോക്കോളൊക്കെ ഇടാനുണ്ട്. അങ്ങനെ ഒരു വൈറ്റ് ഫിനിഷിലാണ് ഇതിൻ്റെ മേലെ കല്ലിടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അളവിൽ നോക്കിയിട്ട് നമ്മളിവിടെ തെർമോക്കോൾ കട്ട് ചെയ്യുകയാണ്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഹെൽപ്പർമാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഈ വർക്ക് അറിയണ ഇവരെ ടീമിനെ നമ്മൾ ഏൽപ്പിച്ചതാണ്. അവർ വന്നിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. അപ്പോൾ എല്ലാവരും വൈറ്റ് ഫിനിഷ് കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ നമ്മൾ ഈ മാർബിൾ ഗ്രാനൈറ്റിൻ്റെ പീസൊക്കെ വെച്ചിട്ട് ഒന്ന് കനം കൂട്ടിയിട്ടുണ്ട്. ആ കനം കൂട്ടിയതിൻ്റെ മുകളിൽ തെർമോക്കോളിൻ്റെ പീസ് ഇട്ടിട്ട് ഒന്നുകൂടി എന്ത് ചെയ്യുക, ആ ഒരു വൈറ്റ് ഫിനിഷിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ നമ്മൾ എല്ലാ സൈഡിലും തെർമോക്കോളിൻ്റെ പീസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ഡബിളാക്കിയിട്ട് വരെ കുറച്ച് കനം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നമ്മൾ തെർമോക്കോളിൻ്റെ പീസുകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ഗ്ലാസ് കൊണ്ടൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ സെൻറ്റർ ഭാഗത്തും തെർമോക്കോളിൻ്റെ ഒരു പീസ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ ടാപ്പ്, അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് വെള്ളം പോകാനുള്ള പൈപ്പ് കാര്യങ്ങളൊക്കെ. ഇതൊക്കെ മുകളിൽ വാഷ് ബേസിൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റാക്കാനുള്ള ഏരിയ കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ അടിവശത്ത് നമ്മൾ LED കണക്ടർ ചെയ്യാനുള്ള LED സ്ട്രിപ്പ് ഉണ്ടല്ലേ, കണക്ട് ചെയ്യാനുള്ള കണക്ടർ കാര്യങ്ങളുണ്ട്. ഈ തെർമോക്കോളിൻ്റെ മുകളിൽ നമുക്കിനി എന്ത് ചെയ്യണം, വർണ്ണ കല്ലുകൾ കൊണ്ടൊന്ന് അലങ്കരിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കല്ലുകൾ സെലക്ട് ചെയ്യാനും വേണ്ടിയിട്ട് വാങ്ങാനും വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള നമ്മുടെ ടൗണിലെ അക്വേറിയം ഷോപ്പിൽ പോയ സമയത്ത് കണ്ടുള്ള വെറൈറ്റി കല്ലുകൾ, അതിൻ്റെയൊക്കെ ഓരോ കളറ് കണ്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ്, നമുക്ക് ഈ സൈസിലുള്ള അല്ല വേണ്ടത്, ഇതിനൊക്കെ ഒന്നും കൂടി സൈസ് കൂടിയ കല്ലുകളാണ് നമുക്ക് വേണ്ടത്. ഇത്തരത്തിലുള്ള കല്ലുകൾ കൊണ്ട് ഡിസൈൻ ചെയ്യുന്ന പല ഏരിയകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ അക്വേറിയങ്ങളിൽ ഒക്കെ ഇത്തരത്തിലുള്ള കല്ലുകൾ ഇടുന്നുണ്ടായിരിക്കും. എങ്ങനെയായാലും പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന കല്ലുകൾ ഇങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ എന്തൊരു മൊഞ്ചല്ലേ, എന്താ വേണ്ടില്ലേ. നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ കാണുന്ന സമയത്ത് തന്നെ ആ ശരിക്കും നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആ കളറൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത് ഈ കാണുന്ന വെറൈറ്റിയാണ് ഒന്ന് മിക്സഡ് ആയിട്ടുള്ളത്. പിന്നെ നമ്മളിതാ ഈ സൈസിലുള്ള കല്ലുകളുമാണ്.
ഇതാണെങ്കിൽ സിംഗിൾ കളറിലാണെങ്കിൽ അങ്ങനെ ഉണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ മിക്സഡ് ആയിട്ട് അങ്ങനെയുണ്ട്. നമ്മളൊരു 1.5 kg മിക്സഡ് കളർ എല്ലാം കൂടി ഉള്ള ഒരുമിച്ചുള്ളത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള പ്രധാനമായിട്ടുള്ളത് 40 kg ഈ കാണുന്ന വൈറ്റ് കല്ല് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. 40 kg, അതായത് വൈറ്റാണ് നമ്മൾ പ്രധാനമായിട്ട് ഒരു തീമായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെയാണ് നമ്മൾ ബ്ലാക്ക് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്, പിന്നെ മിക്സഡ് കളറൊക്കെ. അപ്പോൾ നമ്മളിത് ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കഴുകണം. കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ലൊരു ഗ്ലേസിങ് കാര്യങ്ങൾ കിട്ടുള്ളൂ. കടയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊടി പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നതായിരിക്കും. മിക്സഡ് കളർ വരുന്ന ഈ കല്ലുകൾ കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. ഇത് എങ്ങനെയായാലും നമ്മളൊന്ന് കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്കിലുള്ള കല്ലുകളും കുറച്ച് എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കല്ലുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി നേരത്തെ നമ്മൾ സെറ്റാക്കിയിട്ടുള്ള തെർമോകോളിൻ്റെ സ്ഥലം ഉണ്ടല്ലോ അതിന് മുകളിൽ നല്ല രീതിയിൽ പരത്താൻ പോവാണ്. തെർമോകോൾ കാണാത്ത രീതിയിൽ ഫില്ലായിട്ട് കിട്ടണം. അപ്പോൾ നമ്മളിവിടെ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് ഈ കാണുന്ന വൈറ്റ് കളർ കല്ലാണ്. ഇത് ഏകദേശം 40 kg ആണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ കല്ലുകൾ ഇത് മൊത്തം ആദ്യം ഇങ്ങോട്ട് പരത്തി സെറ്റാക്കണം, ഒരു ഗ്യാപ്പ് പോലും കാണാത്ത രീതിയിൽ. അപ്പോൾ എല്ലാ കോർണറിലേക്കും കല്ലുകൾ എത്തുന്ന രീതിയിൽ തന്നെ കൈകൊണ്ട് ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ സൈസ് വ്യത്യാസമുള്ള കല്ലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള കളർ വ്യത്യാസമുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു വൈറ്റ് ഫിനിഷിങ്ങിലുള്ള കാണാൻ നല്ല ഭംഗിയില്ല. നമ്മളൊന്നുകൂടി കഴുകിയതുകൊണ്ട് തന്നെ ശരിക്കും ആ പൊടിയൊക്കെ മാറി കിട്ടിയതുകൊണ്ട് തന്നെ ലൈറ്റിങ്, ഇപ്പോൾ നമ്മൾ മൊബൈലിൻ്റെ ലൈറ്റ് ഫ്ലാഷ് വരുന്ന സമയത്തിന് റിഫ്ലക്ഷൻ വരുന്ന കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ നമ്മളിങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. സെൻറ്റർ ഭാഗത്തൊന്നും നമ്മൾ കല്ല് പരത്തണില്ല. നമ്മളൊരു പാർട്ടീഷൻ കൊടുത്തില്ല ഗ്ലാസിൻ്റെ, ആ ഗ്ലാസിൻ്റെ പാർട്ടീഷൻ കൊടുത്തതിൻ്റെ സൈഡിലാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടില്ല ബ്ലാക്ക് കളറുള്ള കല്ലുകൾ, ഇത് നമ്മളൊരു 2 kg ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം, സൈഡിൽ ആ വൈറ്റിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വിതറി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഭംഗി ശരിക്കും കിട്ടാനും വേണ്ടിയിട്ടാണ്, മിക്സായി കിട്ടാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ബ്രൗൺ കളറിലുള്ള കല്ലുകളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊരു 1 kg ഉണ്ടായിട്ടുള്ളൂ. അത് ഇടയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും ആളുകൾ കാണുന്ന സമയത്ത് ശരിക്കും നമുക്ക് ആ ഒരു സംഭവം നല്ല രീതിയിൽ കാണാനൊരു ഭംഗി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതും എക്സ്പെൻസീവ് തന്നെയാണ്. അതായത് ഇപ്പോൾ 2000-2500 രൂപയുടെ അടുത്ത് വില വരുന്ന കല്ലുകളൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ കല്ലുകൾക്ക് വേണ്ടി മാത്രം നമ്മളിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത്ര രൂപയുടെ കല്ലുകൾ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കളറിലുള്ള മിക്സഡ് കളറിലുള്ള ചെറിയ സൈസ് കല്ലുകൾ, നമ്മൾ ആ ബ്ലാക്ക് കല്ല് കുറച്ച് വലുതായോ എന്നൊരു ചെറിയ സംശയമുണ്ട്. പക്ഷെ ബാക്കിയൊക്കെ നോക്കി കഴിഞ്ഞാൽ ടോട്ടലി നമ്മൾ ക്ലോസപ്പിൽ ഇങ്ങനെ ക്യാമറ ഓടിച്ച് നോക്കുന്ന സമയത്ത് കണ്ടില്ലേ മിക്സായിട്ട് എല്ലാം കൂടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. 1.5 kg നമ്മൾ വാങ്ങിയിട്ടുള്ളൂ ആ കളർ കല്ലുകൾ കേട്ടോ, ചെറുത് മുട്ടായി പോലുള്ള സംഭവം കണ്ടില്ല. മൊത്തത്തിൽ ഈ ഒരു ഫിനിഷിങ്ങിലേക്ക് സംഭവത്തിനുണ്ട്. ഇതാണ് നമ്മുടെ വാഷ് ബേസിൻ ഏരിയ. ഇവിടെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ വേണമെങ്കിൽ പരിഹരിക്കാം. ഇതിപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഫിനിഷ് ചെയ്യാനുള്ള പരിപാടി നോക്കിയതാണ്. പിന്നെ സെൻറ്റർ ഭാഗത്ത് ഒരു പാർട്ടീഷൻ കൊടുത്തില്ലേ, അതിൻ്റെ ഭാഗത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉണ്ടല്ലോ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതോടുകൂടി നമ്മുടെ ഈ ഒരു സംഭവത്തിൻ്റെ പണികൾ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഫിനിഷായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിന് മുകളിൽ ഗ്ലാസ് വിരിക്കാനുള്ള പരിപാടിയാണ് നോക്കേണ്ടത്. നമ്മൾ LED സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ കല്ലിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി ഈ ഒരു സംഭവം കൂടി ഉണ്ട്. നമ്മൾ ഈ ഗ്ലാസ് ഒന്ന് സിലിക്കണിൽ നിൽക്കാനും വേണ്ടിയിട്ട് സൈഡുകളിലൊക്കെ ആയിട്ട് നമ്മൾ ഈ ടാപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടാപ്പൊക്കെ ഒന്ന് റിലീസ് ചെയ്യാനുണ്ട്. ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവറൊക്കെ വരുന്ന ചെടി ഉണ്ടല്ലോ, അത് ചെറിയത് വട്ടത്തിലുള്ള സംഭവം എന്തുണ്ട് 4 കോർണറിലായിട്ട് ഈ കല്ലിൻ്റെ മുകളിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി ഭംഗി ചിലപ്പോൾ ഒന്നും കൂടി കൂടുതൽ കിട്ടാനുള്ള ഒരു ചാൻസ് ആണ്. ഫ്ലവറിന് ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയല്ലോ. അപ്പോൾ ആ ഒരു സംഭവം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് മുകളിൽ ഗ്ലാസ് വിരിക്കാനുള്ള ബാക്കി പരിപാടിയിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉണ്ടല്ലോ, ഡബിൾ സൈഡ് സ്റ്റിക്കറാണ് ഇവരിവിടെ ഈ അടിവശത്ത് ഈ നമ്മൾ പറഞ്ഞ തേപ്പ് കാനം കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഗ്ലാസ് വന്ന് നിൽക്കാനുള്ള സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിൽ ഈ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഗ്ലാസ് ഇനി നമ്മൾ എടുത്തിട്ട് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള കല്ലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് സെറ്റാക്കാൻ പോവാണ്. 12 mm ഗ്ലാസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിറ്റ് ഉണ്ട്. പിന്നെ ഗ്ലാസ്സാണ്, അപ്പോൾ നല്ല രീതിയിൽ നോക്കിയും കണ്ട് പിടിക്കണം. 3 പേര് പിടിച്ചിട്ടാണ് കൊണ്ടുപോയത്. പിന്നെ ഈ ഗ്ലാസിൻ്റെ മുകളിൽ ഈസിയായിട്ട് നമുക്ക് ഗ്ലാസ് പിടിച്ച് പൊക്കാൻ പറ്റുന്ന രീതിയിലൊരു സാധനം ഇവർ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണെന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ നമ്മൾ കണ്ടില്ല ഈ ഒരു ഏരിയൻ്റെ ആ ഒരു എൻഡിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, അവിടെ വാളാണ് വരുന്നത്. അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഇതിമ ഘടിപ്പിച്ചിട്ടുള്ള ആ ഒരു സാധനത്തിൽ പിടിച്ചിട്ടാണ് ഇവർ
പൊക്കിയിട്ട് ആ കോർണറിലേക്കൊക്കെ വെക്കുന്നത്. അപ്പോൾ ആ തേപ്പ് കനത്തിൻ്റെ മുകളിൽ 4 സൈഡിൽ തേപ്പ് കനം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഇതിങ്ങനെ ഇരുത്തണം. അപ്പോൾ നമുക്ക് ചെറിയൊരു പേടി ഉണ്ടായിരിക്കും, ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരിക്കും. ഇതുപോലുള്ള 1-2 പ്രോജക്റ്റ് ചെയ്തത് നമ്മൾ നേരിട്ട് പോയി കണ്ടിട്ടുണ്ടായി. അതെല്ലാം വാഷ് ബേസിൻ ഏരിയ തന്നെയാണ്, എല്ലാവരും കയറി നിൽക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ചിലത് കോർട്ട്യാർഡ് പോലെ ഓപ്പൺ ടെറസ്, മേലത്തെ ടെറസ് വരെ ഓപ്പൺ ഏരിയ ആക്കി ഇട്ടിട്ടുണ്ട്, കോർട്ട്യാർഡ് പോലെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ചെയ്തിട്ടുള്ള ഏരിയക്ക് എന്ത് പേര് വിളിക്കണം എന്നുള്ളത് നമുക്കറിയില്ല. കാരണം അത് മുകളിലേക്ക് അങ്ങനെ ഒരു ഏരിയ ഇല്ല. കാരണം ഫസ്റ്റ് ഫ്ലോറിൻ്റെ ആ ഒരു വാർപ്പന്നെയാണ് ഇതിന് മുകളിലും ക്ലോസ് ആയി നിൽക്കുന്നത്. അങ്ങനെ ഈ വീട് താഴെ ഗ്രൗണ്ട് ലെവൽ മാത്രമേ ഉള്ളൂ, മുകളിലേക്കില്ല. ഇനി ആ ഘടിപ്പിച്ച സാധനം അതിന് ഊരിയെടുക്കുകയാണ്. ഇനി സിലിക്കൺ ഇട്ടിട്ട് സൈഡിലെ ഗ്ലാസും അതുപോലെ തന്നെ ആ ഫ്ലോറിൻ്റെ പണി കഴിഞ്ഞില്ല, സൈഡിലുള്ള ഗ്യാപ്പുകളൊക്കെ സിലിക്കൺ ഇട്ടിട്ട് ക്ലോസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ആ LED സ്ട്രിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടില്ല, ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. മാഷാ അല്ലാ, LED സ്ട്രിപ്പാണ് ഇട്ട പണ്ടില്ല, ആ ഏരിയയുടെ മൊഞ്ചന്നെ ഒരു വേറെ ലെവലായിട്ടുണ്ട്. ഇനി ആ സൈഡിലൊക്കെ പെയിൻറ്റിങ് വർക്കൊക്കെ വരാനുണ്ട് മതിൽ, അതൊക്കെ വരുന്നോട് കൂടിയിട്ട് ഒന്നും കൂടി സെറ്റായി കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്ത ഏരിയ അടിവശം ഫുൾ സെറ്റായിട്ടുണ്ട്. ആ ഗ്രീനറി കണ്ടില്ല, നല്ല ഗ്രീനറി കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ കളർഫുൾ ഉണ്ട്. പിന്നെ ആ ഒരു വൈറ്റ് ഫീല് കിട്ടാനും വേണ്ടിയിട്ടുള്ള സംഭവം കാര്യങ്ങൾ ഒക്കെ എല്ലാം കൂടി ആയിട്ട് ഒരു ഡിസൈൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. സാമ്പിളായിട്ട് തന്നെ ഒരാളിങ്ങനെ പണിക്കാരിൽ ഒരാളിട്ട് കയറി നിൽക്കുന്ന സമയത്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ചിലർക്കൊക്കെ ഒരു പേടി ഉണ്ടായിരിക്കും ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ. പക്ഷേ യാതൊരു പേടിയും പേടിക്കേണ്ട, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഉള്ള ഗ്ലാസ് ഒക്കെ തന്നെയാണ്. പക്ഷേ എന്തെങ്കിലും വെയിറ്റുള്ള സാധനം ഗ്ലാസിൻ്റെ മുകളിലേക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീന് മാറും. വീടിൻ്റെ സ്വീകരണ മുറി പലരും അലങ്കരിക്കാറുണ്ട് പല രീതിയിൽ. അപ്പോൾ സ്വീകരണ മുറിയിലോ അല്ലാന്നുണ്ടെങ്കിൽ വാഷ് ബേസിൻ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടുകാരാണെങ്കിൽ എപ്പോഴും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഏരിയ. അപ്പോൾ ആ ഏരിയയിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ളൊരു ഡിസൈൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് നല്ല തൃപ്തിയാവുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യം അക്വേറിയാണ്. പക്ഷേ അക്വേറിയത്തിൻ്റെ കാര്യങ്ങൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട്. വാട്ടർ ചേഞ്ചിങ് ആണെങ്കിലും പിന്നെ എല്ലാ ക്വാളിറ്റി നമ്മൾ നിലനിർത്തിക്കൊണ്ടിരിക്കണം, വെള്ളത്തിൻ്റെ ക്വാളിറ്റി. കാരണം പുറത്തുനിന്ന് കാണുന്നവർക്ക് ഒരു വൃത്തിയാക്കി എടുക്കണം. പിന്നെ ഈ ഗ്ലാസ്സൊക്കെ നമുക്ക് എടുത്ത് മാറ്റി വൃത്തിയാക്കൽ ബുദ്ധിമുട്ടാണ്, നല്ല ഫിൽട്രേഷൻ കൊടുക്കേണ്ടി വരും. അങ്ങനെ മെയിൻ്റനൻസിൻ്റെ ബുദ്ധിമുട്ടും മറ്റ് ചില പ്രയാസങ്ങൾ കാരണം നമ്മളത് ഒഴിവാക്കിയിട്ട് പകരം പിന്നീട് ഈ ഒരു സെറ്റപ്പിലാണ് മാറ്റിയത്. പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണാനുള്ള ഒരു ഭംഗി വേറെ തന്നെ ഒരു ഫീലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല ഭംഗിയുണ്ട്, നല്ല മൊഞ്ചുണ്ട്. LED കണ്ട് ഇട്ടപ്പോഴാണ് ഇതിൻ്റെ ലെവലൊന്നും മാറി കിട്ടിയത്. ഇനി ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള നല്ലൊരു ഇൻറ്റീരിയറും കൂടി നമുക്ക് സൈഡിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറായിരുന്നു. പക്ഷേ വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ്ങും ധാരണയില്ലാതെ വെച്ച് ചെയ്ത് ഒരു പെട്ടുപോയ അവസ്ഥയിൽ നിന്ന് പിന്നീട് നമ്മൾ എന്ത് ചെയ്ത് ഈ അടിവശം എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഗ്ലാസ് ഇട്ട് ഒരു കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ദിവസത്തുള്ള പരിപാടിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ കാര്യങ്ങൾ കവർ ചെയ്യാൻ പറ്റി. ഇല്ലാണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ല. നമ്മൾ വിചാരിച്ചിരുന്നു വെറും കല്ല് മാത്രം ഇട്ടുകൊണ്ട് അടിയിൽ ഈ ഗ്രീനറി ആ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉണ്ടല്ലോ അത് മാത്രം പ്ലെയിനായിട്ട് മൊത്തം വിരിച്ച് കൊടുത്താലോ എന്ന് വരെ ഉണ്ടായിരുന്നു. കാരണം ആ പ്രോഗ്രാം വരുന്ന സമയത്ത് ആളുകൾ വരുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ട ഏരിയ നമുക്ക് അങ്ങനെ കാലിയാക്കി ഇടാൻ പറ്റില്ലല്ലോ. ആ ഒരു ഘട്ടത്തിലാണ് ഇതിലേക്ക് മാറി ചിന്തിച്ചത്. എങ്ങനെയാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പേഴ്സണലായിട്ട് തന്നെ നല്ല തൃപ്തിയാവുന്ന രീതിയിലേക്ക് വർക്ക് ഫിനിഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ ഓരോരുത്തർ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയുക. അപ്പോൾ ആരെങ്കിലും വീടിനകത്ത് മീൻകുളമൊക്കെ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പ്ലാനിങ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ആലോചിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഫിനാൻഷ്യലും അതുപോലെ തന്നെ അതിൻ്റെ ഭാവിയിലുള്ള മെയിൻ്റനൻസും ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത്തരത്തിലുള്ളൊരു ടാസ്കിലേക്ക് നിന്നാൽ മതി.